എല്ലാവർക്കും തേരാപ്പാരയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കിടക്കുന്നതാണ് ട്രെയിന്. പക്ഷേ നമ്മളിന്ന് ട്രെയിനിലും ബസ്സിലൊന്നല്ല യാത്ര, നമ്മൾ ഈ സൈക്കിളുമേലാണ് ഇന്ന് യാത്ര. കഥ പറഞ്ഞ് നമുക്ക് സൈക്കിളിൽ മെല്ലെ മെല്ലെ ചവിട്ടി യാത്ര തുടങ്ങാം. നിങ്ങൾ തമ്പുലൈനിലും അതുപോലെ തന്നെ ടൈറ്റിലും വായിച്ചത് ശരിയാണ്. എന്നെ ഇന്ന് പോലീസ് പൊക്കി. എന്നെ എന്തിനാണ് പോലീസ് പൊക്കിയതെന്നും എന്ത് കുരുത്തക്കേടാണ് ഞാൻ കാണിച്ചതെന്നും ഇതെല്ലാം വീഡിയോയുടെ ഇടയ്ക്കായി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. അപ്പോൾ അവസാനം പോയി ആ പോലീസ് പൊക്കണത് മാത്രം കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ. എന്നെ ആദ്യമായിട്ടാണ് പോലീസ് പിന്തുടർന്ന് വന്ന് പൊക്കണത്. ഇതുവരെ എന്നെ പോലീസ് പൊക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് അതും നടന്നു, പോലീസും എന്നെ പൊക്കി. ഇന്നത്തെ വീഡിയോ പതിവിനും വിപരീതമായിട്ട് കുറച്ച് ലെങ്തി ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സീൻസുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ലണ്ടനിൽ നടക്കുന്നത് എന്താണെന്ന് പച്ചയോടെ കാണിക്കുന്ന സീൻസ്. നിങ്ങളിന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും. വെറുതെ ഹൈപ്പ് കിട്ടാൻ വേണ്ടി തേരാപ്പാര തള്ളി വിടുന്നതല്ല. വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ എഴുതി വെച്ചുള്ള സ്ട്രീറ്റ് സൈൻ കണ്ടോ? അതിൽ പാർലമെൻറ്റ് സ്ക്വയർ എന്ന് എഴുതി വെച്ചുള്ള കണ്ടോ? അത് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് യാത്ര തുടങ്ങുന്നത് കേട്ടോ. യാത്ര തുടങ്ങുമ്പോൾ യാത്രയുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റ് കാണിച്ചു തരിക. രണ്ടാമത്തെ ലക്ഷ്യം പ്രൈം മിനിസ്റ്റർ താമസിക്കുന്ന ഡൗണിങ് സ്ട്രീറ്റിലെ പ്രൈം മിനിസ്റ്റർ വസതി കാണിച്ചു തരിക. മൂന്നാമത്തെ ലക്ഷ്യം പാർലമെൻറ്റ് സ്ക്വയറിലുള്ള നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമ, പിന്നെ നെൽസൺ മണ്ടേല തുടങ്ങിയ മഹത് വ്യക്തികളുടെ പാർലമെൻറ്റ് സ്ക്വയറിലുള്ള സ്റ്റാച്യു കാണിച്ചു തരിക. അതാണ് ലക്ഷ്യം. അങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ വലത്തെ സൈഡിലൊരു G-Wagon പാർക്ക് ചെയ്തിട്ടുണ്ട്. G-Wagon കിടുക്കം വണ്ടിയാണ് കേട്ടോ. വണ്ടികളോടുള്ള എൻ്റെ ഒരു ക്രേസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വണ്ടിപ്രാന്തന്മാരായ ചങ്കുകൾക്ക് എൻ്റെ ഈ അവസ്ഥ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നൊരു കാര്യം, ലണ്ടനിൽ സൈക്കിളിൽ പോകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയുള്ളതാണ് ഈ ബ്ലൂ സൈക്കിൾ ലൈൻ. ഈ ബ്ലൂ സൈക്കിൾ ലൈനിലൂടെ സൈക്കിൾ മാത്രമേ ഓടിക്കാവൂ. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയ ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ പേരാണ് ടേറ്റ് ബ്രിട്ടൻ. 1900 മുതൽ ഇന്നേ വരെയുള്ള എല്ലാ പ്രശസ്തമായ ബ്രിട്ടീഷ് പെയിൻറ്റിങ്സും ഇതിൻ്റെ ഉള്ളിൽ കാഴ്ചക്കാർക്കായിട്ട് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം ഫ്രീ ആണ് കേട്ടോ. പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതിൻ്റെ ഉള്ളിലുള്ള പെയിൻറ്റിങ്സ് എല്ലാം ആസ്വദിക്കാം. ഫ്രീ ഓഫ് ചാർജാണ്, 10 പൈസയുടെ ചിലവില്ല. അപ്പോൾ നിങ്ങൾ ലണ്ടനിലുള്ളവരാണെങ്കിലോ അതല്ല ഇപ്പോൾ അടുത്ത് ലണ്ടനിലേക്ക് വരാൻ പോകുന്നവരാണെങ്കിലോ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ്. ടിക്കറ്റ് ഫ്രീ ആണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അത് കൂടി. അങ്ങനെ ഞാൻ അവിടെ കയറാൻ തീരുമാനിച്ചു. അങ്ങനെ പതുക്കെ സൈക്കിൾ ചവിട്ടി എൻട്രൻസിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ സീസൺ ആയതുകൊണ്ട് വിസിറ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് കേട്ടോ. അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡിനോട് സംസാരിച്ചപ്പോൾ അറിയാൻ പറ്റിയതാണ്, സാധാരണ സമ്മർ സമയത്തൊക്കെ ഭയങ്കര തിരക്കുള്ളൊരു മ്യൂസിയമാണിത്. സൈക്കിളായിട്ട് നടന്നു പോകുന്ന എന്നെ സെക്യൂരിറ്റി ഗാർഡ് അവിടെ തടഞ്ഞു വെച്ചു. സൈക്കിൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരാൻ എന്നോട് ഉപദേശിച്ചു. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഉപദേശം സ്വീകരിച്ച് ഞാൻ അവിടെ അടുത്ത് സൈക്കിൾ പാർക്ക് ചെയ്യുന്ന യാർഡിലേക്ക് നടന്നു. യാർഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മഹത് വ്യക്തിയുടെ പ്രതിമ ഉണ്ട്. ആരാണ് ഇയാളെന്ന് എനിക്ക് ഒരു അറിവുമില്ല. അങ്ങനെ സൈക്കിള് വയ്ക്കണ സ്ഥലം കണ്ടു. ഇവിടെയാണ് നമ്മൾ സൈക്കിൾ വയ്ക്കാൻ പോണത്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നമ്മുടെ മണിച്ചിത്രത്താഴ് പൂട്ടണം, അതല്ലെങ്കിൽ കള്ളന്മാർ സൈക്കിൾ അടിച്ചുകൊണ്ട് പോകും. എൻ്റെ അല്ലാത്ത സൈക്കിള് വേറൊരുത്തിൻ്റെ സൈക്കിളാണ്. അപ്പോൾ അവൻ്റേതാണ് ഈ പൂട്ടും. എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ മണിച്ചിത്രത്താഴ് പൂട്ടെടുത്ത് ഞാൻ ആ സൈക്കിൾ അങ്ങ് പൂട്ടി. ലണ്ടനിൽ ഒരുപാട് സ്കാമുകൾ നടക്കുന്ന സ്ഥലമാണ്. എസ്പെഷ്യലി സൈക്കിൾ കള്ളന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊന്ന് സൈക്കിൾ ഒരു സൈഡിൽ വെച്ചൊന്ന് കുഞ്ഞിന്ന അവന്മാർ അതുവരെ അടിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ സ്റ്റീമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നമ്മുടെ സാധനം അതെന്തായാലും അത് നമ്മൾ തന്നെ സൂക്ഷിക്കുക. പണ്ട് ഞാൻ വന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ.
പണ്ട് ഞാൻ വന്ന സമയം 2009 ലാപ്ടോപ്പ് വില കുറവിന് തരാമെന്ന് പറഞ്ഞ് ഒരു പോളിഷുകാരൻ എന്നെ പറ്റിച്ച്. അതായത് ലാപ്ടോപ്പ് ആണെന്ന് പറഞ്ഞ് 2 കുപ്പി വെള്ളം തന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 300 രൂപ പോയിട്ടുണ്ട്, 300 പൗണ്ട്. അപ്പോൾ ലണ്ടനിൽ വരുന്നവർ ശ്രദ്ധിക്കുക, പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് കേട്ടോ. ലണ്ടൻ ആർട്സ് കോളേജാണിത്. അവരെ യൂണിവേഴ്സിറ്റിയാണ്, ക്യാമ്പസാണിത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഈ മ്യൂസിയം. അങ്ങനെ ഞാൻ ഗാലറിയുടെ ഉള്ളിലേക്ക് കടന്നു. അവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് കളക്ഷൻ സെൻ്ററാണിത്. ഞാൻ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോയിട്ട് എൻ്റെ ടിക്കറ്റ് കളക്ട് ചെയ്യുക, അത് മാത്രമേ വേണ്ടുള്ളൂ. ഇതാണ് എൻ്റെ ടിക്കറ്റ്. അത് ഫ്രീ ഓഫ് ചാർജാണ്. അവിടെ നിങ്ങൾക്ക് എഴുതിയത് കാണാം, 0 പൗണ്ട്, അതായത് 10 പൈസ പോലും കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടിക്കറ്റാണിത്. അങ്ങനെ ടിക്കറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഗാലറിയുടെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ തന്നെ ഒരുപാട് പിക്ചേഴ്സ് അവിടെ സെയിലിന് വേണ്ടി വെച്ചിട്ടുണ്ട്. 110 പൗണ്ടാണ് ഇതിൻ്റെയൊക്കെ വില കേട്ടോ. ഓരോന്നിൻ്റെയും വില 110, അതായത് ഒരു 11,000 രൂപയോളം വില വരും ഓരോ പിക്ചറിനും. അതിൻ്റേതായ കഥകളുണ്ട് ഓരോ പിക്ചറിനും. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വലിയ വിദഗ്ധനൊന്നും അല്ലല്ലോ ഈ പിക്ചറിൻ്റെ പരിപാടിയിൽ. അങ്ങനെ വിൽക്കാൻ വെച്ചുള്ള പിക്ചേഴ്സെല്ലാം ഞാൻ കണ്ടു. അതെല്ലാം കണ്ടിട്ട് ഞാൻ മുന്നിലേക്ക് നടന്നു നീങ്ങി. ഗാലറിയുടെ ഉൾവശം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് പോലെയാണ്. നല്ല സ്പോട്ട് ക്ലീൻ, നല്ല വൃത്തിയുള്ള സ്ഥലം. എന്നിട്ട് ഈ കാണുന്ന സുന്ദരി കുട്ടിയോട് ഞാൻ വഴി ചോദിച്ചു. എനിക്ക് ഓൾറെഡി അറിയാവുന്ന വഴി തന്നെയാണ്, പക്ഷേ എന്തെങ്കിലും അവരോട് ചോദിക്കേണ്ടതെന്ന് വിചാരിച്ച് ചോദിച്ചെന്നുള്ളൂ. അപ്പോൾ ആ സുന്ദരി കുട്ടി വഴി പറഞ്ഞു തന്നു. ഈ കാണുന്ന കോണിയെല്ലാം കയറി മേലെ പോണട്ടാ, അവിടെയാണ് എക്സിബിഷൻ തുടങ്ങണത്. നല്ല അടിപൊളി സ്റ്റെപ്സ്, മേലിലോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി സ്ഥലം. ഒരു പാലസിലൊക്കെ പോയൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കയറി കഴിഞ്ഞാൽ കിട്ടുക. പിന്നെ ഡൊണേഷൻ ചോദിക്കുന്നുണ്ട് ഇവർ. 5 പൗണ്ട് അല്ലെങ്കിൽ 10 പൗണ്ട് കാർഡ് പേയ്മെൻ്റ് ആയിട്ട് ഡൊണേറ്റ് ചെയ്യാനാണ് പറയണത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം, താല്പര്യം ഇല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യേണ്ട. അങ്ങനെ എക്സിബിഷൻ തുടങ്ങുന്ന ഹാളിലേക്ക് എത്തി. ഹാളിൻ്റെ 2 സൈഡിലെ ചുമരിലും ഒരേ സ്കൂളിൽ നിന്ന് വന്ന സ്കൂൾ കുട്ടികളുടെ ഫോട്ടോ വിത്ത് ടീച്ചേഴ്സ് അതാണ് വെച്ചിട്ടുള്ളത്. 2018 മാത്രം 6 മില്യൺ ആൾക്കാർ വിസിറ്റ് ചെയ്ത ഒരു ഗാലറിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഫേമസ് ആയുള്ള പെയിൻറ്റിങ്സ് വെച്ചുള്ള റൂമിലെത്തി ഞാൻ. പെയിൻറ്റിങ്സിൻ്റെ അടുത്ത് തന്നെ അത് വരച്ച ആളെ പേരും അതുപോലെ തന്നെ ഇയറും പിന്നെ അയാളെ കുറച്ച് ഡിസ്ക്രിപ്ഷനും എഴുതി വെച്ചിട്ടുണ്ട്. പെയിൻറ്റിങ്സിനെ കുറിച്ച് എനിക്കധികം അറിയാത്തത് കൊണ്ട് ഞാനതിൽ അധികം പറയുന്നില്ല. പിന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, അതായത് ആർട്സ് കോളേജിലെ സ്റ്റുഡൻസാണ് ഇവരെല്ലാവരും കേട്ടോ. അവർ വന്നിട്ട് പഠിക്കുകയാണ്. പിന്നെ ഇതാരാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെയും ഒരുപാട് പെയിൻറ്റിങ്സുള്ള റൂമിലേക്ക് ഞാൻ കടന്നു. ഇവിടെ മൊത്തം പെയിൻറ്റിങ്സാണ്, അതായത് ഒരു ഫോട്ടോ എടുത്ത് വെച്ചുള്ള പോലെയാണ് പെയിൻറ്റിങ്സ്. ശരിക്കും ജീവനുള്ള ആൾക്കാരെ പോലെ നമുക്ക് തോന്നും ഇത് കാണുമ്പോൾ. പെയിൻറ്റിങ്സിനെ കുറിച്ച് എനിക്ക് അധികം അറിയാത്തത് കൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, കണ്ടു നടന്നു, ഞാൻ ആസ്വദിച്ചു. ഗാലറിയുടെ ഉള്ളിൽ മാത്രം ഞാനൊരു 45 മിനിറ്റ് വീഡിയോ എടുത്തിട്ടുണ്ടാവും. അതെല്ലാം കാണിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ എനിക്ക് കണ്ടപ്പോൾ കൗതുകം തോന്നിയൊരു സ്റ്റാച്ചു ആണിത്. ഇവിടെ എന്താണ് സാധനം വെച്ചുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ആമക്കുട്ടിയാന്ന് തോന്നുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ആമയുടെ പുറന്തോട് വെച്ചിട്ടാണ് അവിടെ മറച്ചരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, അറിയുന്നവരൊന്ന് കമൻറ്റിൽ പറഞ്ഞു തരണേ. അടുത്ത റൂമിലേക്ക് ഞാൻ കടന്നപ്പോൾ അവിടെ 16 പെയിൻറ്റിങ്സ് ഉണ്ട്. പണ്ട് കാലത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പിക്ചേഴ്സാണ് ഇട്ടത്. നല്ല ജീവനുള്ള ആൾക്കാരെ പോലെ ഉണ്ട് ഈ പെയിൻറ്റിങ്സ് കാണാൻ. ഓരോ മില്ലിമീറ്ററും അതിസൂക്ഷ്മതയോടെയാണ് ഈ പെയിൻറ്റിങ്സ് വരച്ചിട്ടുള്ളത്. അത് സൂക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ ഒരു കോഫി ഷോപ്പാണ് കേട്ടോ. ഈ ഗാലറിയുടെ ഉള്ളിലുള്ള ഒരു കോഫി ഷോപ്പ്. ഇവിടെ സാധാരണ കോഫി ഷോപ്പിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. സാൻഡ്വിച്ച്, ഡ്രിങ്ക്സ്, അത് ഇത് എല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ ഈ കഫേയിൽ നിന്ന് ഞാനൊരു കുപ്പി വെള്ളം വാങ്ങിച്ചു. വെള്ളത്തിൻ്റെ വില 2.95, എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു നാട്ടിലത്തെ 300 രൂപ.
വെള്ളം വാങ്ങിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് കുറേ കസാലയും അതുപോലെ ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഭക്ഷണം വാങ്ങിക്കുന്നവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് പ്രകൃതി ഭംഗി ആസ്വദിച്ചിരുന്ന് കഴിക്കാം. അങ്ങനെ ഞാൻ അവിടുന്ന് വാങ്ങിച്ച വെള്ളം കുടിച്ചു. പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കാണുന്നതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. അപ്പോൾ സെക്യൂരിറ്റിക്കാരനോടൊരു ബായും പറഞ്ഞ് ഞാൻ പുറത്തെ വാതിൽ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പൂട്ടി വെച്ച സൈക്കിൾ പോയി എടുത്തു. പിന്നെയും യാത്ര തുടർന്നു. നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ലണ്ടൻ്റെ ഹൃദയഭാഗത്തുള്ള റോഡിൽ കൂടെയാണ്. ഈ റോഡ് ചെന്നെത്തുന്നത് ലണ്ടൻ്റെ പാർലമെൻറ്റ് സ്ക്വയറിലാണ് കേട്ടോ. ഒരുപാട് മഹത് വ്യക്തികൾ സഞ്ചരിച്ച റോഡാണിത്. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടാണ്. ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കാനുണ്ട്. ഷൂ എന്ന് പറഞ്ഞ് നടക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് അടുത്ത് ഒരു ചെറിയ പാർക്ക് ഉണ്ട് കേട്ടോ. ആ പാർക്കിൻ്റെ മതിലിനോട് ചേർന്നാണ് പാർലമെൻറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു നോട്ടീസായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് എസ്റ്റേറ്റ് ആണ്, 24 മണിക്കൂറും സെക്യൂരിറ്റി ക്യാമറ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം. അതാരും ട്രെസ്പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു വെച്ചുള്ളത്. പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ മറന്നു. 2017 മാർച്ച് 22 ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി. നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും. ആ സ്പോട്ടാണ് കേട്ടോ ഇത്. അന്നത്തെ ആ ടെററിസ്റ്റ് അറ്റാക്കിൽ 6 പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ഇവിടുത്തെ പോലീസുകാരും സോൾജേഴ്സെല്ലാം വളരെ ഫ്രണ്ട്ലി ആണ് കേട്ടോ. No, this is a 6-hour. 6 hour, non-stop 6 hour. Powerful than AK-47. Same over here. You're lucky, very lucky to work here. Thank you, sir. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ആ ആർമി ഉദ്യോഗസ്ഥനുമായി ഞാൻ സംസാരിച്ചു. എൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളായിട്ട് സംസാരിക്കുക, അത് ക്യാമറയിൽ പകർത്തുക, അത് നിങ്ങളെ കാണിക്കുക. അപ്പോൾ എൻ്റെ ആ ഉദ്യമത്തിൽ ഞാൻ വിജയിച്ചു. ആ ഓഫീസറോട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗണ്ണ് കാണുന്നത്, ഇത് AK-47 ആണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, AK-47 അല്ല, ഇത് 6 hour എന്ന് പറയുന്നൊരു ഗണ്ണാണ്. 6 മണിക്കൂർ നേരം നിർത്താതെ, തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പവറിൽ പെട്ടയ്ക്കാൻ പറ്റുന്ന ഒരു പൊളപ്പൻ സാധനമാണിത്. വലത്തെ സൈഡിൽ കാണുന്നതാണ് കേട്ടോ പാർലമെൻറ്റ്. അവിടെ കുറേ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും ഓഫീസേഴ്സ് ഗണ്ണും പിടിച്ച് നടക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുക. ഒരു ഓഫീസർ റോഡ് മുറിച്ച് അപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുള്ള അവരെ വാനിലേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. ഞാൻ ഈ ഓഫീസേഴ്സിനെയും അതുപോലെ തന്നെ സോൾജേഴ്സിനൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ആരും എന്നോടൊന്നും പറഞ്ഞില്ല കേട്ടോ. അത് എടുക്കരുതെന്നോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നോ ഒന്നും എന്നോട് പറഞ്ഞില്ല. എല്ലാവരും കൂളായിട്ട് നിന്ന് തന്നു. ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ഈ ഓപ്പർച്യൂണിറ്റി. ചിലപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വരില്ല, അപ്പോൾ നന്നായി യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ അവിടുത്തെ ഒരു ഓഫീസറായി ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ചേഞ്ച് ഓവറിൻ്റെ സമയമാണ്. അതായത് പുതിയ ഓഫീസേഴ്സ് വരും, അവർ അടുത്ത ദിവസം കാലത്ത് 6 മണി വരെ നിൽക്കും. ഈ ഓഫീസേഴ്സിന് ഇപ്പോൾ പോകാനുള്ള സമയമായി. ഇവരുടെ ഡ്യൂട്ടി 12 മണിക്കൂറാണ്. അപ്പോൾ ഈ ഓഫീസേഴ്സ് എല്ലാം ഇവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങാണ്. അടുത്ത ഷിഫ്റ്റ് ചെയ്യാൻ വന്നുള്ള ആൾക്കാരുടെ വാനാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഒരു എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കൊച്ചു കാർ പാർക്ക് ഉണ്ട്. ഇവിടുത്തെ MP-മാർ അതുപോലെ മന്ത്രിമാർ ഇവരെല്ലാം കാർ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. MP-മാരും മന്ത്രിമാരെല്ലാം അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ ഇവിടെ പാർക്ക് ചെയ്തുള്ള കാറ് അവരുടെ ഡ്രൈവർമാരെടുത്തിട്ട് അങ്ങോട്ട് ചെല്ലും. അപ്പോൾ അവർ നേരിട്ട് അവിടുന്ന് കാറിലേക്ക് ഇറങ്ങും. അതാണ് ഇവിടെ കണ്ടുവരുന്ന കാഴ്ച. അങ്ങനെ ആ കാഴ്ചയും കണ്ട് മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. പാർലമെൻറ്റ് സ്ക്വയർ ലക്ഷ്യമാക്കിയിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ഗാന്ധിജിയുടെ പ്രതിമ കാണണം, അതുപോലെ മറ്റുള്ള ആൾക്കാരുടെ പ്രതിമകളും കാണണം. ഇവിടെ ഇഷ്ടം പോലെ പോലീസുണ്ട്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ. എല്ലാവരുടെ കയ്യിലും നേരത്തെ പറഞ്ഞ പോലെ 6 hour എന്ന് പറഞ്ഞ ഗണ്ണും ഉണ്ട്. 2017 ആ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായില്ലേ, അപ്പോൾ ആ അറ്റാക്ക് നീണ്ടു നിന്നത് വെറും 84 സെക്കൻഡ് മാത്രമാണ് കേട്ടോ. ആ 84 സെക്കൻഡിനുള്ളിൽ ആ ടെററിസ്റ്റിനെ ഇവിടുത്തെ ആർമി വധിച്ചു, അയാളെ ഇല്ലാതാക്കി.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും പവർഫുള്ളും അത്രയും സ്ട്രോങ്ങും അത്രയും എഫിഷ്യൻറ്റും ആണ് ഇവിടുത്തെ ആർമിയും ഇവിടുത്തെ പോലീസും. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ വെസ്റ്റ്മിനിസ്റ്റർ അബേ എന്ന് പറയുന്ന ചർച്ച് ഉള്ളത്. ഈ ചർച്ച് വളരെ പ്രസിദ്ധമായൊരു ചർച്ചാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം രാജകുമാരന്മാരായ വില്യമും ഹാരിയും ഇവർ രണ്ടാളും കല്യാണം കഴിച്ചത് ഈ ചർച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഒരുപാട് എന്താ പറയുക ഹിസ്റ്റോറിക്കലായുള്ള സംഭവങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു ചർച്ചാണിത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ഒരു ചർച്ച് കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ പാർലമെൻറ്റ് സ്ക്വയറിലെത്തി. നിൽക്കുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട നെൽസൺ മണ്ടേല. അദ്ദേഹത്തിനെ കണ്ടു, അദ്ദേഹത്തിനൊന്ന് വണങ്ങി. പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് മരത്തിൻ്റെ മുകളിൽ വീട് കെട്ടി താമസിച്ചിട്ട് പ്രതിഷേധിക്കുക. അതും ഈ കണ്ട പോലീസിൻ്റെയും അതുപോലെ തന്നെ സോൾജേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ. ഹലോ, how are you? Good. House upstairs, is it good? Can I come as well? Hello. What's that called? HS2 Rebellion. Okay. നമുക്കിനി ഈ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ച ആക്ടിവിസ്റ്റിന്റെ വാക്കുകളിലേക്ക് കടന്നാലോ? On the camera now. Yeah, hello. We're here in Parliament Square in London, and we think it's very important that the people who have access to this YouTube channel that they know what is really going on. Now, if you look up there in the trees, there are people sitting in the trees. They have made tree houses there, and they do this all over the UK because they are trying to stop a certain project, and it's called HS2. So in the UK, they've decided to make a huge project on building a train throughout the UK, and they are destroying the nature. And this whole project costs 300 billion, not million, but 300 billion pound in times like this. So there will be people that need to be rehoused. There will be lives destroyed because of this train. And the British mainstream media is not reporting about this. They are also not reporting about the people in the trees because British media has been censored already a very long time ago. So on one hand they are talking about climate change, and on the other hand they are trying to make this not public. So imagine 300 billion pound for 20 minutes being earlier from London into Birmingham. It just don't make sense at all. And the people who are suffering from this, of course, all the people that need to be rehoused, all the nature that's destroyed, the whole forest, the whole nature, it doesn't make sense at all. But nowadays, the UK is trying to demonize nature's activists about what they are doing. So we are expecting they are classifying them as terrorists in maybe 1 or 2 weeks. There are already discussions going on about this in Parliament, and so even if you see the reports in the newspapers, you know it's fake. It's absolutely fake. They are putting pictures of the people, their names, their addresses, they put them there. They bring them up as they would be terrorists. In fact, these are people who are trying to save the nature, and they are trying to make an absolutely bonkers bollocks project stopping. So Parliament is not listening to the people, and the group they are coming together will be classified as terrorists. Now there's a difference between Extinction Rebellion and HS2, but we try not to divide the people, we try to unite the people so that we can make this project stop what they are trying to do. This has nothing to do with bringing people quicker from London to Birmingham or anywhere else. This is something to do with the agenda. And if you Google or if you try to obtain some information about 2021 or 2030, the agenda, what they're actually trying to do to all the humans here on the planet, and especially in this country,
then you will see it has nothing to do with coming 20 minutes earlier into Birmingham. Of course, nobody's benefiting from that at all. If you see the amount, it's not so many people that are travelling, and it's not worth destroying the nature. So I'm asking all the people who are reading the British mainstream media, and I'm asking the people abroad in different other countries to support this project and to support the people up in the trees and to support the people who are protesting and make it public that they are not terrorists. The terrorists are definitely public, and as you can see here, the people are up in the trees, and we have had it in the past that they were only allowed to have 1 litre of water a day, so they were trying to starve them out and they were trying to get them down. This is illegal, this is against human rights, but the British don't care about this at all. Especially not if it comes to people who are not supporting this system. So this is a game of power, and our nature is losing and the further generations are losing. So this is about money and not about transport. And this is about fraud as well, and this is about destroying the future of the people of this country and their nature. Thank you very much. Could you tell the hashtag as well, so they can support your hashtag HS2 Rebellion? Oh yeah, sorry. So if you want to find further information about this, is hashtag HS2 Rebellion, and sometimes Extinction Rebellion is posting about this as well. We need more protesters here, we need to have more activists here who are making the people alert about this, and please share our posts, that would be really nice. Thank you. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഇവരെ ഇൻസ്റ്റാഗ്രാം പേജായ HS2 റെബല്യനിൽ കയറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. പാർലമെൻ്റ് ഉള്ളിലേക്ക് ഏതോ ഒരു VVIP കടന്നു പോയി. അപ്പോൾ ഇവിടുത്തെ പോലീസുകാർ വാതിലൊക്കെ അടച്ചു. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ അവർക്ക് എസ്കോട്ട് വന്ന സോൾജേഴ്സ് ഉണ്ട്. അവർ ഗണ്ണെടുത്തിട്ട് അവരും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പാർലമെൻറ്റ് അവിടുന്ന് ഒരു 4 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ താമസിക്കുന്ന സ്ഥലത്തും. അപ്പോൾ അത് ലക്ഷ്യമാക്കിയിട്ടാണ് കേട്ടോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പബ്ബാണ് കേട്ടോ. പ്രൈം മിനിസ്റ്ററെ വീടിനെ തൊട്ട് മുന്നിലൊരു പബ്ബാണ്. ഈ പബ്ബിൻ്റെ പേര് ദി റെഡ് ലയൺ. കൊറോണ സീസണായിട്ടും ഇതിനൊരു കുറവുമില്ല. എന്താ തിരക്ക് കൊടുത്ത തിരക്ക്. അപ്പോൾ ഇതിൻ്റെ തിരക്കൊന്ന് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് ഉള്ളിലോട്ടൊന്ന് നടന്നു നോക്കി. അപ്പോൾ കാണുന്ന കാഴ്ചയാണ് കാഴ്ച. കൊറോണ എന്താണെന്ന് ഇവർക്ക് അറിയുക കൂടിയില്ല. ഒരാളും മാസ്കും വെച്ചിട്ടില്ല, അതുപോലെ തന്നെ ആരും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും പാലിക്കുന്നില്ല. സമയം ഇപ്പോൾ വൈകുന്നേരം 6 മണി ആയിട്ടാ, 6 PM. അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് ജോലി ക്ഷീണം മാറ്റാൻ വേണ്ടി ചെറുതൊരെണ്ണം പിടിപ്പിക്കാൻ വന്നുള്ളവരാണ് കേട്ടോ ഇവരൊക്കെ. എന്തായാലും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ വീടിൻ്റെ അവിടെ പോവുക, അത് ക്യാമറയിൽ പകർത്തുക, അത് നിങ്ങളെ കാണിക്കുക, പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ പോവുക. ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ലക്ഷ്യം. അങ്ങനെ ഈ പബ്ബിൻ്റെ അവിടുന്ന് 2 മിനിറ്റ് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വീടെത്തും കേട്ടോ. പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ താമസിക്കുന്ന ഔദ്യോഗിക വസതി. നിങ്ങൾ ആ പോകുന്ന ബസ് കണ്ടില്ലേ, അത് മറക്കരുത്. അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരാവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ പ്രൈം മിനിസ്റ്റർ താമസിക്കുന്ന പ്രൈം മിനിസ്റ്ററിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസിലെത്തി. ഒഫീഷ്യൽ റെസിഡൻസിൻ്റെ മുന്നിൽ തന്നെ സമരക്കാർ കൊടിയും കുത്തിയിരുന്ന് സമരം ചെയ്യുന്നുണ്ട് കേട്ടോ, പല ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട്. അപ്പോൾ സമരക്കാർക്ക് സമരം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബാരിക്കേഡ് പോലത്തെ ഒരു സംഭവം ഇവിടുത്തെ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആർക്ക് സമരം ചെയ്യണമെന്നെങ്കിലും അതിൻ്റെ ഉള്ളിലിരുന്ന് ബാക്കിയുള്ളവർക്ക് ശല്യമില്ലാത്ത രീതിയിൽ സമരം ചെയ്യാം. ബാക്കിയുള്ളവർക്ക് ശല്യമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളീ കാണുന്ന ബാനറുകളൊക്കെ സമരക്കാരുടെ പല പല ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ബാനറുകളാണ് കേട്ടോ. നിങ്ങളിവിടെ എഴുതിയില്ല കണ്ട, ഗെറ്റ് ബോറിസ് ഡൺ ഫോർ റീസൺ, പിന്നെ അതുപോലെ തന്നെ വി ആർ ഹിയർ ടു ക്വസ്റ്റ്യൻ ബോറിസ്. അങ്ങനെ പല പല ബാനറുകളുണ്ട്. ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നവർക്കൊന്നും ഒരു ശല്യം ഇല്ലാണ്ടാണ് ഇവർ സമരം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഓളിട്ടിട്ട് ജയ് വിളിക്കുകയോ അങ്ങനെ പരിപാടിയൊന്നുമില്ല. അവരുടെ പ്രതിഷേധം അവർ പ്രൈം മിനിസ്റ്റർ വസതിയുടെ മുന്നിൽ വന്ന് അറിയിക്കുന്നു. ഇതാ നേരെ കാണുന്നതാണ് ഡൗണിങ് സ്ട്രീറ്റിലെ നമ്പർ 10, അതായത് പ്രൈം മിനിസ്റ്ററുടെ ഒഫീഷ്യൽ വസതി. അപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ.
നേരെ കാണുന്നതാണ് പ്രൈം മിനിസ്റ്റർ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ പോയി അവിടുത്തെ കുറച്ച് സീൻസ് നിങ്ങളെ കാണിച്ചു തരലാണ് എൻ്റെ ലക്ഷ്യം. ഗേറ്റിന് മുന്നിൽ തന്നെ ഒരു 4 ഓഫീസേഴ്സ് ഗണ്ണും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇവർക്കാണ് പ്രൈം മിനിസ്റ്ററുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം. ഇവിടം തൊട്ടിട്ടാണ് നമ്മുടെ പണി പാളി തുടങ്ങിയത് കേട്ടോ. എൻ്റെ ലക്ഷ്യം മാക്സിമം ഫൂട്ടേജ് എടുത്ത് നിങ്ങളെ യൂട്യൂബിലൂടെ കാണിക്കുക എന്നുള്ളതാണല്ലോ. അതിനുവേണ്ടി ഒരു 20-25 മിനിറ്റ് ഞാൻ അവിടെ നിന്നു. ഇവരുടെ പല ഓഫീസേഴ്സിൻ്റെ ഫോട്ടോ എടുത്തു, വീഡിയോസ് എടുത്തു. അപ്പം തന്നെ ചെറുതായിട്ട് എനിക്ക് പണി പാളിയെന്ന് തോന്നി. അപ്പം തന്നെ ഞാൻ വേഗം നമ്മൾ നേരത്തെ കണ്ട ആ ബസ്സില്ലേ, ആ 12 ബസ്, ഞാൻ മറക്കരുതെന്ന് പറഞ്ഞ ബസ്, അതെടുത്ത് ഞാൻ വിട്ടു. അങ്ങനെ ബസ്സിൽ കയറി ഞാൻ യാത്ര തുടർന്നു. ഒരു 3 മിനിറ്റ് ബസ്സിൽ യാത്ര ചെയ്തപ്പോഴത്തേക്കും 2 പോലീസുകാർ BMW ബൈക്കിൽ മറ്റേ അലാമൊക്കെ ഇട്ടിട്ട് എൻ്റെ ബസ്സിനെ മറ്റേ സിനിമ സ്റ്റൈലിൽ വന്ന് വട്ടം വെച്ച് നിർത്തി. അപ്പോഴെന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഫോട്ടോ എടുത്ത എന്തോ ഒരു പ്രശ്നമായിട്ടുണ്ട്, അതാണ് അവർ വരുന്നതെന്ന്. നിങ്ങളിത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇവർ 2 ആളും എൻ്റെ ബസ്സിന് വന്ന് കുറുകെ വന്ന് നിർത്തി എന്നോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. പിന്നെ ബാക്കി നടന്ന കാര്യങ്ങളൊന്നും ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല. അവസാനം അവരെന്നെ ചോദ്യം ചെയ്തു, ഒരു 3/4 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഞാൻ പറഞ്ഞു നമ്മുടെ തേരാപാരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെന്ന് പറഞ്ഞു. എൻ്റെ ID മേടിച്ച് പരിശോധിച്ച് അവർ എനിക്ക് വല്ല ക്രിമിനൽ റെക്കോർഡ് ഉണ്ടാകുന്ന നോക്കി. അങ്ങനെ ഒരു 3/4 മണിക്കൂർ എൻ്റെ റെക്കോർഡ് പരിശോധിച്ചു. അവസാനം ഞാൻ ആൾ ഡീസൻ്റ് ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അവരെ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ അവരെ ക്യാമറയിൽ പകർത്തി. അവരെനിക്കൊരു അഡ്വൈസും തന്നു, ഇനി മേലാക്കം വീഡിയോ എടുക്കുമ്പോൾ അവിടെയുള്ള പോലീസുകാരോട് അനുവാദം ചോദിച്ചിട്ട് വേണം വീഡിയോ എടുക്കാനെന്നും പറഞ്ഞു. അങ്ങനെ എന്നോട് കൈ വീശി ബായ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പോലീസുകാരൻ പോയത്.